ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. തൃത്താലയിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. വിളവെടുക്കാൻ പാകമായ നെൽച്ചെടികൾ കാട്ടുപന്നികൾ കൂട്ടമായെത്തി നശിപ്പിച്ചു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവമായതോടെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വഴിമുട്ടിയിരിക്കുകയാണെന്ന് തൃത്താല മേഖലയിലെ കർഷകർ പറയുന്നു. തൃത്താല മേഖലയിലെ പാടശേഖരങ്ങളിലാണ് കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമാകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം പ്രതിസന്ധിയും കാട്ടുപന്നി ശല്യം കൂടിയാകുന്നതോടെ കൃഷി മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. കൂട്ടമായെത്തുന്ന കാട്ടുപന്നികൾ നെൽച്ചെടികൾ നശിപ്പിക്കുന്നത് ഈ മേഖലയിൽ പതിവാണ്. പാടത്ത് കോൽനാട്ടി പ്ലാസ്റ്റിക് കവർ ചുറ്റിയുമൊക്കെ പന്നിയെ അകറ്റാൻ തങ്ങളാൽ കഴിയും വിധം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല. തൃത്താല മാങ്ങാരം പാടശേഖരത്തെ ഒരേക്കറിൽ വരുന്ന 10-ലധികം കർഷകരുടെ കതിരുവരാറായ നെൽച്ചെടികളാണ് വ്യാപകമായി കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ഒരാഴ്ച മുമ്പ് ഞാറു നട്ട ഇടങ്ങളിൽ കാട്ടുപന്നികൾ കുത്തി നിരത്തിയും നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിലോ നെല്ലിന് പൈസ കിട്ടുന്നില്ല. പുറമെ നമ്മൾ ആ സ്നേഹം കൊണ്ട് ഒരു വിളവുണ്ടാക്കിയിരിക്കുക, ഈ വിത്തിനെ ഒരു സ്നേഹിച്ച കാരണം. അത് ഇത്തരത്തിലുള്ള പന്നികളുടെ ശല്യം, അനുഭവത്തിൽ എത്തിയുള്ള സാധനം കയ്യിൽ നിന്ന് പോവുക, ഒരുപാട് കേടുകൾ വാരി പോകുന്നതുപോലെ സാധനങ്ങൾ എങ്ങനെ ജീവിക്കാൻ കഴിയും? ഇതിപ്പോൾ വേറെ ആളെ വെച്ചിട്ട് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുക. പ്രതീക്ഷകളില്ല, എന്നാലും നമുക്ക് എങ്ങനെ ആവുന്നുള്ള പ്രതീക്ഷ കൊണ്ട് മുന്നോട്ട് പോകാം. വീണ്ടും നമ്മളതിന് പ്രയത്നിക്കുക. ഇതൊക്കെ അധികൃഷ്ണ ചെലവുകളാണ്. ഈ മേഖലയിൽ മുഴുവൻ ഇത്തരം പന്നികളെ കൊണ്ടുള്ള ശല്യം. കാട് മൂടിക്കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഇടങ്ങളാണ് കാട്ടുപന്നികളുടെ താവളം. ഇത് വെട്ടിമാറ്റി കമ്പിവേലികൾ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെയെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്നാണ് കർഷകരുടെ അഭിപ്രായം. കൃഷിക്ക് മാത്രമല്ല ജീവനും ഭീഷണിയാകുന്നുണ്ട് കാട്ടുപന്നികൾ. അതിനാൽ അടിയന്തരമായി പന്നിശല്യത്തിൽ നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.